പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരോട്, രക്ഷിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. അച്ഛനമ്മമാരാണ് മക്കളുടെ ഏറ്റവും വലിയ മോഡൽ. 50 കുട്ടികൾ ഒരു ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ ഈ വ്യത്യസ്തതകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരേ സിലബസാണ്. അവനവൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു സിലബസും ഒരു ക്ലാസ് മുറികളിലും പഠിപ്പിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് കുട്ടികളെ മികച്ച വ്യക്തികളാക്കി വളർത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. എന്താണ് വ്യക്തിത്വം? അച്ഛനമ്മമാര് കുട്ടികളോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നതാണ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം, അല്ലേ? തീർച്ചയായിട്ടും അവരൊന്ന് നന്നായിട്ട് വേണം, നമുക്കൊന്ന് ഫ്രീ ആവാൻ, സ്വസ്ഥമാവാൻ. കുറച്ച് പ്രശ്നങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട്, അവരെ അതൊക്കെ ഒന്ന് ഏൽപ്പിക്കണം. നാട്ടുകാരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ പറയണം എൻ്റെ മക്കള് നന്നായി എന്ന്. അതൊക്കെ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന നിമിഷങ്ങളാണ്. അതിലൊന്നും യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരോട്, രക്ഷിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഒരു മികച്ച സ്കൂളൊക്കെ കണ്ടെത്തി നിങ്ങളുടെ മക്കളെ ആ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർക്ക് മികച്ച വിദ്യാഭ്യാസം തന്നെയാണോ ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കാറുണ്ടോ? അത് ചോദിക്കാൻ കാരണം നമ്മുടെ സമൂഹത്തിലെ പല മേഖലകളും കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിലൊന്നാണ് വിദ്യാഭ്യാസവും. വിദ്യാഭ്യാസം മാത്രമല്ല, ഇപ്പോൾ ആരോഗ്യ മേഖലയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാവും, അല്ലേ? എത്രയെത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മുളച്ചു പൊങ്ങുന്നത്. ഒന്ന് കയറി ഇറങ്ങുമ്പോഴേക്കും കയ്യിലുള്ളതെല്ലാം തീരും. ഒരു ചെറിയൊരു അസുഖത്തിന് പോയി കഴിഞ്ഞാൽ പോലും എത്രയെത്ര ടെസ്റ്റുകളാണ് അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ബാധ്യതകളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നിലവിൽ സംഭവിക്കുന്നത്. എന്നിട്ടും ആളുകൾ അവിടേക്ക് തന്നെ പോകുന്നു. അതിൻ്റെ കാരണവും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്കൊരു തോന്നൽ ഉളവാക്കാൻ, അതായത് മികച്ച ഹോസ്പിറ്റലിലാണെന്നും ഏത് പ്രശ്നങ്ങൾക്കും നല്ല ചികിത്സ അവിടെ ലഭിക്കുന്നു എന്നും ഒരു തോന്നൽ ഉളവാക്കാൻ അവർക്ക് സാധിക്കുന്നത് കൊണ്ടാണ്. ഇതേ പ്രശ്നം വിദ്യാഭ്യാസ മേഖലയ്ക്കുമുണ്ട്. നമ്മുടെ സർക്കാർ സ്കൂളുകൾ എന്തുകൊണ്ടാണ് കുട്ടികൾ അവിടേക്ക് പോകാത്തത്? ഇപ്പോൾ എൻ്റെ മകനടക്കം പഠിക്കുന്നത് പ്രൈവറ്റ് സ്കൂളിലാണ്. അതിന് കാരണം സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം തന്നെയാണ്. സർക്കാർ സ്കൂളുകളിലേക്കാൾ മികച്ച വിദ്യാഭ്യാസം പ്രൈവറ്റ് സ്കൂളുകൾ നൽകുന്നു എന്നൊരു തോന്നൽ ഉളവാക്കാൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്, കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ. അതൊരു വസ്തുത തന്നെയാണ്, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ അത് കൃത്യമായി മുതലെടുക്കാൻ പ്രൈവറ്റ് സ്കൂളുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം മികച്ച വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ലോണം പഠിക്കുക, നല്ല മാർക്ക് നേടുക, ഇതൊക്കെയാണ് നമ്മുടെ ചിന്തയിലുള്ള നമ്മുടെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ 3 കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് ആ വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഏതൊക്കെയാണത്? അതിലൊന്ന് നല്ല ജോലി ലഭിക്കുക, അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കുക. 3 സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ അച്ഛനമ്മമാരും സമൂഹവുമൊക്കെ ആഗ്രഹിക്കുന്നത്. അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിലപ്പുറം ഒരു വിദ്യാഭ്യാസമുണ്ട് എന്ന ചിന്ത പോലും ഇന്നത്തെ രക്ഷിതാക്കൾക്കോ മറ്റുള്ള ആളുകൾക്കോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിട്ട് അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് ആ സ്ഥാപനം നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാർ എന്താഗ്രഹിക്കുന്നുവോ അത് നൽകുക. അവരാഗ്രഹിക്കുന്നത് എല്ലാ വിഷയത്തിലും A+, നല്ല മാർക്ക്, നാളെ നല്ലൊരു ജോലി, വരുമാനം, സ്റ്റാറ്റസ്. ഇതാണ് അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൃത്യമായി അതിലേക്ക് മാത്രമായി ഫോക്കസ് ചെയ്യുകയും അത് മാക്സിമം കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മികച്ച സ്ഥാപനങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ കുട്ടികൾക്ക് ലഭിക്കുന്ന അക്കാദമിക്കൽ വിദ്യാഭ്യാസത്തിനപ്പുറം ഒരു വിദ്യാഭ്യാസമുണ്ട്, പ്രായോഗിക വിദ്യാഭ്യാസം, അല്ലേ? അത് പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട്
നിങ്ങളോട്, രക്ഷിതാക്കളായിട്ടുള്ള ആളുകളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, പ്രധാനപ്പെട്ട വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, നിങ്ങൾ നല്ല മാർക്കിന്റെ പിന്നാലെ പോകുമ്പോൾ, മികച്ച സ്കൂളുകളുടെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ട, നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിദ്യാഭ്യാസത്തിന്റെ കൂടെ മികച്ച വ്യക്തിത്വം കൂടി നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നു പോകരുത്. മികച്ച വ്യക്തിയായിട്ട് അവർക്ക് വളരാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ കൊടുത്ത അക്കാദമിക്കൽ വിദ്യാഭ്യാസം ജീവിതത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ സക്സസ്ഫുള്ളായി ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയാം? ജീവിതത്തിൽ അവര് മാർക്ക് നേടും, ജോലി നേടും, വരുമാനം നേടും, അതുപോലെ തന്നെ സ്റ്റാറ്റസും ബിൽഡ് ചെയ്യും. പക്ഷെ അവരുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹികമായ ഇടപെടലുകളിൽ അവർ പരാജയപ്പെടുമെന്നുള്ളതാണ്. അപ്പോഴും സംശയമാണ്, എന്താണ് വ്യക്തിത്വം? വ്യക്തിത്വം അങ്ങനെ ഒറ്റ വാക്കിൽ നമുക്കങ്ങനെ നിർവചിക്കാനൊന്നും പറ്റില്ല. വളരെ വിശാലമായിട്ടുള്ള ഒരു വിഷയമാണത്. പക്ഷെ ഏറ്റവും ചുരുങ്ങി വളരെ ലളിതമായ ഒരു ഭാഷയിൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ, മനോഹരമായിട്ടുള്ള ഒരുപാട് ചെല്ലകളുള്ള ഒരു നല്ല മരം പോലെയാണ് മികച്ച വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ വ്യക്തിത്വത്തിനും ഒരുപാട് ചെല്ലകളുണ്ട്. സ്നേഹവും നന്മയുമുള്ള ഒരു മനസ്സ്, മറ്റുള്ളവരുടെ സങ്കടങ്ങളെ തൊട്ടറിയാൻ കഴിയുന്ന ഒരു മനസ്സ്, ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള ധൈര്യം, ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഏത് പ്രശ്നങ്ങളെയും പോസിറ്റീവായി ചിന്തിക്കുവാനുള്ള കഴിവ്, ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങൾ കൂടിച്ചേരുന്നിടത്താണ് ഒരു മികച്ച വ്യക്തിത്വം എന്ന് നമുക്ക് പറയാൻ കഴിയുക. എന്നാൽ ഇന്നത്തെ പുതിയ കുട്ടികൾക്ക് ചെറിയ പ്രശ്നങ്ങളെ പോലും നേരിടാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം നന്മയും സ്നേഹവും ഒക്കെ ഇന്നത്തെ കുട്ടികളിൽ വളരുന്നുണ്ടോ എന്നുള്ളതും, മറ്റുള്ളവരുടെ സങ്കടങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോ ഈ മികച്ച വ്യക്തിത്വവും അക്കാദമിക്കൽ വിദ്യാഭ്യാസവും കൂടിച്ചേരുമ്പോഴാണ്, ഒരേ രീതിയിൽ ഒരാളിൽ, ഒരു വ്യക്തിയിൽ, ഒരു കുട്ടിയിൽ കൂടിച്ചേരുമ്പോഴാണ് ആത്യന്തികമായി ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ വലിയ വിജയങ്ങൾ നേടുകയും അവനവന്റെ വ്യക്തി കുടുംബ ജീവിതത്തിൽ അയാൾ പരാജയപ്പെടുകയും ചെയ്യും. അങ്ങനെ പരാജയപ്പെടുമ്പോൾ അത് ജീവിതത്തിന്റെ തന്നെ പരാജയമാണ്. നമുക്ക് ഒരുപാട് പണമുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു ഹാപ്പിനെസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു സമാധാനം ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജയം തന്നെയാണ്. അപ്പോൾ മികച്ച വ്യക്തിത്വം ജീവിതത്തിൽ വളർത്തിയെടുക്കുക എന്നതാവണം ആദ്യത്തെ ലക്ഷ്യമാവേണ്ടത്. ആ ലക്ഷ്യത്തോടൊപ്പം നിങ്ങൾ A+ന്റെ പിന്നാലെ പോവുക, നല്ല മാർക്കിന്റെ പിന്നാലെ പോവുക, നല്ല ജോലിയുടെ പിന്നാലെ പോവുക, സാമ്പത്തികമായ വളർച്ചയുടെയും സ്റ്റാറ്റസിന്റെയും പിന്നാലെ പോവുക. അപ്പോൾ ആദ്യം മികച്ച വ്യക്തിത്വം നിങ്ങളുടെ കുട്ടികൾ വളർത്തുക. അതെവിടെ നിന്ന് വളർത്തണം? നിങ്ങളുടെ വീടുകളിൽ നിന്ന് വളർത്തണം. സ്കൂളിൽ നിന്ന് അങ്ങനെയുള്ള സിലബസുകളൊന്നുമില്ല. അവനവന്റെ ജീവിതം പഠിപ്പിക്കുന്ന ഒരു സിലബസും ഒരു ക്ലാസ് മുറികളിലും പഠിപ്പിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വായിച്ച് കടന്നു പോകുന്ന ഒരു വാചകത്തിനപ്പുറം ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഒരു കരിയർ ഡെവലപ്മെന്റും അല്ലെങ്കിൽ അവനവന്റെ ജീവിതത്തെ തൊട്ടറിയാനുള്ള എന്തെങ്കിലും ഒരു കാര്യവും ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് കുട്ടികളെ മികച്ച വ്യക്തികളാക്കി വളർത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക, നല്ല കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. തീർച്ചയായിട്ടും അച്ഛനമ്മമാരാണ് മക്കളുടെ ഏറ്റവും വലിയ മോഡലാവേണ്ടതും അവർ തന്നെയാണ്. അവരിലൂടെ തന്നെയാണ് ജീവിതത്തിൽ അവർ നല്ല വ്യക്തിത്വമുള്ളവരായി മാറേണ്ടത്. അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ഒരു ക്ലാസ് മുറിയിലേക്ക് 50 കുട്ടികൾ കടന്നു പോകുമ്പോൾ ഈ 50 കുട്ടികൾ എന്ന് പറയുന്നത് 50 പ്രത്യേകതകളാണ്, 50 വിസ്മയങ്ങളാണ്, 50 അത്ഭുതങ്ങളാണ് അവര്. ഈ വൈവിധ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം 50 കുട്ടികൾ ഒരു ക്ലാസ് മുറിയിലിരിക്കുമ്പോൾ ഈ വ്യത്യസ്തതകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരേ സിലബസ് ആണ്, ഒരേ കാര്യം തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരല്ല, ഒരേ ഇഷ്ടങ്ങളുള്ളവരല്ല, ഒരേ മാനസികമായ മനോഭാവങ്ങളുള്ളവരല്ല, പക്ഷെ പഠിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും A+ നേടുക എന്ന ചിന്താഗതി തെറ്റായ ഒരു സമീപന രീതിയാണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകളെ മനസ്സിലാക്കുക, അവരുടെ ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ മനസ്സിലാക്കുക. ആ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും കഴിവുകളും അനുസരിച്ച് അവരുടെ ജീവിതത്തെ കുഞ്ഞുനാൾ മുതലേ വഴിതിരിച്ചു വിടാനുള്ള ധൈര്യം ഓരോ അച്ഛനമ്മമാരും കാണിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അക്കാദമിക്കൽ വിദ്യാഭ്യാസത്തോട് താല്പര്യമില്ലാത്ത കുട്ടികളുണ്ട്. താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി മാർക്ക് കുറയുന്ന സമയത്ത് ടീച്ചേഴ്സ് ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും പറയും അവന് പഠിക്കാൻ താല്പര്യമില്ല, ബുദ്ധിയില്ല, മണ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ
നമ്മൾ തിരിച്ചറിയേണ്ടത് അക്കാദമിക്കൽ വിദ്യാഭ്യാസത്തോട് എന്തെങ്കിലും ഒരു താല്പര്യക്കുറവ് അവർക്കുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേകം നമ്മൾ കാണിക്കണം. അവർക്ക് അവരുടേതായിട്ടുള്ള എന്തോ ഒരു കഴിവുണ്ട്, പ്രത്യേകതയുണ്ട്. ആ മേഖലയിലേക്ക് അവരെ വഴിതിരിച്ചു വിടാൻ നമുക്ക് പറ്റിയാൽ നാളെ അത്ഭുതങ്ങളും പ്രതിഭാസങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവരുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സത്യം. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും A+ നേടുക എന്നുള്ളതല്ല, മികച്ച വ്യക്തികളാക്കി മാറ്റുക. ഒപ്പം അവരുടെ കഴിവുകൾ എന്താണെന്ന് സ്വയം അവരെ ബോധ്യപ്പെടുത്തി അവരുടെ ഇഷ്ടങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുക. അവർ ജീവിതത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ നമ്മൾ, അതായത് അച്ഛനമ്മമാര് കുട്ടികളോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. എന്താണെന്നറിയോ? സ്വാഭാവികമായിട്ട് തന്നെ അവരെ പഠിപ്പിച്ചതിൻ്റെയും അതുപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തതിൻ്റെയും ഒക്കെ പേരിൽ ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ അവർക്കുണ്ടാവും. അപ്പോൾ കുട്ടികൾ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അച്ഛനമ്മമാർ ചെയ്തൊരു തെറ്റ്, അവരുണ്ടാക്കിയിട്ടുള്ള ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ തലയിൽ നമ്മൾ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഒരു പുതിയ ജീവിതത്തിൽ വളരെ സ്വതന്ത്രമായ അവരുടെ ഇഷ്ടങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് പറന്നു പോകേണ്ട കുട്ടികൾ ഈ പ്രശ്നങ്ങളുടെയും ബാധ്യതകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഇടയിൽ ഒന്ന് ലോക്കായി പോകുന്നു എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളായി മാറുന്നു. അവരുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ഒതുക്കി വെക്കേണ്ട, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കുട്ടികളോട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ അവരെ പഠിപ്പിച്ചതിൻ്റെ ബാധ്യതയായിരിക്കാം. കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന് പറയുന്നത് എനിക്ക് ഓരോ രക്ഷിതാക്കളോടും പറയാനുള്ളത് അത് നിങ്ങളുടെ ബാധ്യതയല്ല, ഉത്തരവാദിത്വമാണ്. നാളെ ഒരു പുതിയ തലമുറയെ, ഒരു മികച്ച ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വമുണ്ട് ഓരോ അച്ഛനമ്മമാർക്കും, സമൂഹത്തിനും, ഭരണകൂടത്തിനും, എല്ലാവർക്കും. അപ്പോൾ ആ പങ്ക് ഒരു വലിയ ശതമാനം ഏറ്റെടുക്കേണ്ടവരാണ് രക്ഷിതാക്കൾ. അതൊരു ഉത്തരവാദിത്വമാണ്. മറിച്ച് അവരുടെ വിദ്യാഭ്യാസം നൽകി കുറെ കടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അതൊരു ബാധ്യതയായിട്ട് കാണുകയല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയണം. ഞാൻ അടക്കമുള്ള ഓരോ രക്ഷിതാവും ചെയ്യേണ്ടത് അതാണ് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. നാളെ അവരെ പഠനങ്ങൾക്ക് കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫ്രീ ആയിരിക്കണം. അവർക്ക് കിട്ടുന്ന ഓരോ വരുമാനവും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രായത്തിനുള്ളിൽ തന്നെ അവരുടെ ജീവിതത്തെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ബാധ്യതകളും ഇല്ലാതെ സെറ്റിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ കഴിയുമ്പോൾ ആ ജീവിതം കുറെ കൂടി ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനും അവർക്ക് കഴിയും. പലപ്പോഴും നമുക്കൊക്കെ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം, അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, നമ്മളൊക്കെ പുതിയൊരു ജോലിയിലേക്കോ വരുമാനത്തിലേക്കോ പോകുമ്പോൾ തന്നെ ആവശ്യത്തിലധികം ബാധ്യതകളും കടങ്ങളും ഒക്കെ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമുക്ക് നമ്മുടെ തലയിലേക്ക് കെട്ടിവെച്ചതാവാം, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതാവാം. അവരെ കുറ്റം പറയുകയല്ല. പുതിയൊരു തലമുറയെ നമ്മൾ ഇനി വാർത്തെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു വ്യത്യസ്തതയിലേക്കായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. ഒരുപക്ഷെ അവരുടെ സാഹചര്യമായിരിക്കും. കാലം ഒരുപാട് മാറി. ഇന്ന് നമുക്ക് അതിനുള്ള അവസരങ്ങളും സാധ്യതകളുണ്ട്. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളെയും ഏറ്റെടുക്കുവാനുള്ള, ധൈര്യം കാണിക്കുവാനുള്ള സാഹചര്യം ഇന്നുണ്ട്. അപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഇനി വരാൻ പോകുന്ന പുതിയ തലമുറയ്ക്ക് സ്വതന്ത്രമായി മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ നൽകുക. നമ്മളുണ്ടാക്കിയ ബാധ്യതകളും നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങളും നമ്മളോടൊപ്പം അവസാനിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആകുമ്പോൾ സ്വതന്ത്രമായിട്ട് അവർക്ക് അവരുടെ ജീവിതത്തെ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ കുട്ടികളുമായിട്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ജീവിതത്തിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെ A+ നേടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കുകയല്ല, മികച്ച വ്യക്തിത്വമുള്ള കുട്ടികളാക്കിയിട്ട് വാർത്തെടുക്കാൻ കൂടി നമ്മൾ ഓരോരുത്തരും അച്ഛനമ്മമാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.